കേരളത്തെ സംബന്ധിച്ച് അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു മാസക്കാലം കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം നടത്തിയ പ്രസ്താവനകളും അഭിപ്രായങ്ങളും അസംബ്ലിയിലും പുറത്തും പറഞ്ഞ കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ല. ഒരു കാര്യം മാത്രമാണ്, നമ്മുടെ ലോകം വളരെ വലിയൊരു പ്രത്യേക ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് പ്രതിസന്ധി എന്നോ ആശങ്കാകുലമായ എന്നുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇത്രയും വലിയൊരു ബുദ്ധിമുട്ടേറിയ ഘട്ടം നമ്മുടെ ഓർമ്മയിലല്ല, നമ്മൾ മനസ്സിലാക്കിയ നമ്മളോട് നേരിട്ട് പകർന്നു തന്ന ഒരാളുകളുടെ ഓർമ്മയിലില്ല. ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ വലിയ ദുരന്തങ്ങളും പകർച്ചവ്യാധികളുടെയും ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. സാഹിത്യത്തിലും അതുപോലെ ചരിത്രത്തിലുമൊക്കെ അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്. കോളറയെ പോലെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ, വസൂരി വന്ന കാലത്ത് നമ്മുടെ കേരളത്തിലെ തന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ള അനുഭവസ്ഥരായ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ, അതിനു മുമ്പ് സ്പാനിഷ് ഫ്ലൂ വന്ന ഘട്ടത്തിലുണ്ടായ കാര്യം, ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ വേഗത്തിൽ പകർച്ചവ്യാധി വരുന്നൊരു ഘട്ടമാണിത്. സ്പാനിഷ് ഫ്ലൂ യൂറോപ്പിൽ ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് വരുന്നത്. കപ്പൽ വഴിയേ വരാൻ പറ്റുള്ളൂ. പ്ലേഗും അതുപോലെ. യുദ്ധത്തിന് പോയ പട്ടാളക്കാർ തിരിച്ചു വന്നപ്പോൾ, ഒന്നാം ലോക മഹായുദ്ധത്തിനും മറ്റും പോയ പട്ടാളക്കാർ തിരിച്ചു വന്നപ്പോൾ അവരിൽ നിന്ന് പകർന്ന് ഈ രോഗം ബാധിച്ചതിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ലോകം വളരെ ഫാസ്റ്റാണ്. ഒരു ദിവസം തന്നെ ലോകത്തിൻ്റെ അങ്ങേയറ്റത്തുള്ളൊരു രാജ്യത്തുനിന്ന് ഇങ്ങേയറ്റത്തുള്ളൊരു രാജ്യത്തേക്ക് ആളുകൾ എത്താവുന്ന തരത്തിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ ഇൻ്റർനെറ്റിൻ്റെ വേഗത്തിലല്ലേ പോലും യാത്രാ സൗകര്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പകരുന്ന രോഗങ്ങൾ വളരെ പെട്ടെന്ന് പകരും. അതുകൊണ്ട് തന്നെ ലോകത്തിനുണ്ടാകുന്ന സ്തംഭനവും അത്രയും പെട്ടെന്ന് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ആൾ വരണ്ട എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് രാജ്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ വളരെ പുതിയ കാലഘട്ടത്തിൻ്റെ സാങ്കേതിക വിദ്യകളെല്ലാം ഉണ്ട്. രോഗപകർച്ചയുടെ വേഗം കൂടുതലാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഇതിനെ നേരിടുന്നതിനുള്ള പലതരത്തിലുള്ള തടസ്സങ്ങൾ, അത് എങ്ങനെയാണ് സാമ്പത്തിക രംഗത്തെയും തൊഴിലിനെയും ബാധിക്കുന്നുള്ളതാണ് നമ്മളെ എല്ലാം ഏറ്റവും പ്രധാനമായിട്ട് ആശങ്കപ്പെടുത്തുന്നതും നമുക്ക് നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിന്തകളുണ്ടാക്കുന്നത്. ലോകത്ത് ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ അസംബ്ലിയിൽ തന്നെ 1-2 കാര്യങ്ങൾ കോട്ട് ചെയ്തിരുന്നു. ലോകത്ത് ഈ മെഡിക്കൽ രംഗത്തെ പറ്റി ഒക്കെ ഗവേഷണം നടത്തുന്ന ചില ചരിത്രകാരന്മാർ പറഞ്ഞത്, ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്കുള്ള വളർച്ചയ്ക്ക് ഏറ്റവും വലിയ ഇന്ധനമായത് ഈ കോളറയുടെ കാലത്തും അതുപോലെ സ്പാനിഷ് ഫ്ലൂവിൻ്റെ കാലത്തും, പ്രത്യേകിച്ച് കോളറയുടെ കാലത്തുണ്ടായ അനുഭവങ്ങൾ, ആളുകളാകെ അമേരിക്കയിലെ ചില അനുഭവങ്ങൾ വെച്ചിട്ടാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളെ നെഗറ്റീവായി ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കാൻ ഉപയോഗിച്ച അനുഭവമാണ് സ്പാനിഷ് ഫ്ലൂവിൻ്റെ കാലത്ത് ജർമ്മനിയിലെ നാസി ഹിറ്റ്ലറുടെ വളർച്ച, അവരുടെ രാഷ്ട്രീയ പാർട്ടി വളർച്ച എന്നുള്ളതൊക്കെ ഇത്തരം ചരിത്രങ്ങൾ പലതും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സാധാരണ സാമ്പത്തിക പ്രതിസന്ധിയുടെയോ ജീവിത പ്രതിസന്ധിയുടെയോ ഘട്ടമല്ല, ലോകത്തിൻ്റെ ജീവിത രീതികളെ തന്നെ വല്ലാതെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക കാലഘട്ടമാണെന്ന് കണ്ടുകൊണ്ട് വേണം ഇതിനെ നമ്മൾ രാഷ്ട്രീയ രംഗത്തുള്ളവരും പത്രപ്രവർത്തന രംഗത്തുള്ളവരും സാമ്പത്തിക രംഗത്തുള്ളവരും സാമൂഹ്യ രംഗത്തുള്ളവരും എല്ലാം നേരിടാനുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെയാണ് നമ്മുടെ കേരളം, കൊച്ചു കേരളമാണ്. കൊച്ചു കേരളം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും ജനസംഖ്യ വെച്ച് നോക്കി അത്ര കൊച്ചു കേരളമൊന്നുമല്ല. നമുക്കൊരു 3.5 കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ പലതരത്തിലുള്ള മേന്മകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു അഭിമാനകരമായ സ്ഥാനമുള്ളൊരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിന് ഇന്ത്യയിൽ പല കാര്യങ്ങളിലും 1-ാം സ്ഥാനത്താണ്. എല്ലാ കാര്യത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് മുന്നേറാനായിട്ട് ഇനി കഴിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള സംസ്ഥാനത്ത് ഈ പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെയായിരിക്കും നമ്മൾ നേരിടുന്നത്? ഇതാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ 1-ാം പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഭരണം നടക്കുമ്പോഴാണ് ഏറ്റവും വലിയ ചില പ്രതിസന്ധികളെ നമ്മൾ നേരിട്ടത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിപ്പയെ പറ്റിയും പ്രളയത്തെ പറ്റിയും ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ കോവിഡിൻ്റെ ആദ്യഘട്ടം വന്നതും ആ സമയത്താണ്. ഏറ്റവും മാതൃകാപരമായി ഇതിനെ നേരിടാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. അതിൻ്റെതായ ഗുണങ്ങളുണ്ടായി. ഇപ്പോൾ ഞങ്ങളിപ്പോൾ പുതിയ മന്ത്രിസഭയും ഗവൺമെൻറ്റും അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെ ആരോഗ്യരംഗത്തെ കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് നമ്മൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അന്ന് തന്നെ നമ്മൾ സംസാരിച്ചാണ്, പിന്നീട് പലപ്പോഴും സംസാരിച്ചാണ്. ഒന്നാമത് ആരോഗ്യമാണ് നമ്മുടെ പ്രയോറിറ്റി. ആരോഗ്യ അടിയന്തരാവസ്ഥയായിട്ട് തന്നെ കാണണം. അതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല.
അന്ന് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ഗവൺമെൻറ് മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ വാക്സിനേഷൻ്റെ ആവശ്യകതയെപ്പറ്റിയും വാക്സിനേഷൻ മുഴുവൻ ആൾക്കും കൊടുക്കേണ്ട ആവശ്യകതയെപ്പറ്റി പറഞ്ഞു. നമ്മൾ ബഡ്ജറ്റിനകത്ത് ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുത്തത് യൂണിവേഴ്സൽ വാക്സിനേഷനാണ്. 1500 കോടി 1000 കോടി വാക്സിനും മറ്റനുബന്ധ കാര്യങ്ങൾക്കും. ഇത് കയ്യിലിഷ്ടം പോലെ പണം ഉണ്ടായിട്ടല്ല, വലിയ തോതിൽ സാമ്പത്തിക ബാധ്യതയിൽ കടത്തിക്കൂടെയാണ് പോകുന്നത്. അതിന് യാതൊരു തർക്കവുമില്ല. അതൊന്നും മറച്ചു വെച്ചിട്ടല്ല. 2800 കോടി രൂപ നേരത്തെ വെച്ചിരുന്ന ബഡ്ജറ്റിലെ വിഹിതത്തിനപ്പുറം 2800-ലധികം കോടി രൂപ ഈ ആരോഗ്യരംഗത്ത് മാത്രം മാറ്റി വെച്ചു. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ പുതിയ തരം ഇപ്പം 3ാം തരംഗം വരും. അപ്പോൾ കുട്ടികളടക്കമുള്ള പീഡിയാട്രിക് രംഗത്തുൾപ്പെടെ കുട്ടികൾക്കടക്കം പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ പീഡിയാട്രിക് രംഗത്തേക്കുള്ള പ്രത്യേക വാർഡുകൾ, പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ പകരാതിരിക്കാനുള്ള അല്ലെങ്കിൽ മറ്റു പലർത്തേക്കും പുറത്തേക്ക് എത്താതിരിക്കാനുള്ള സ്പെഷ്യൽ വാർഡുകൾ, പുതിയ ഗവേഷണ കേന്ദ്രങ്ങളടക്കം വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഒന്നാമത് നമ്മൾ വെച്ചത്. ഇത് മാത്രം പോരാ, ഇതെല്ലാം ചെയ്താലും ആളുകൾക്ക് കുറച്ചുകൂടി സമൂഹത്തിനകത്ത് വരുമാനമില്ലാത്തൊരു പ്രത്യേക ഘട്ടമാണ്. അവരുടെ കയ്യിലേക്ക് കുറേ പണം എത്തണം. അതിനെന്താ, പണം കിട്ടാനുള്ളത് സമൂഹത്തിലേക്ക് പമ്പ് ചെയ്യണം. അതിനകത്താണ് ചില കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, ക്യാഷ് ഓർ കൈൻഡ് എന്നല്ലല്ലേ, നേരിട്ട് ക്യാഷ് കിട്ടുന്നതാണോ ഇല്ലയെന്നൊരു തക്ക സമയത്ത് ആളുകൾ പറഞ്ഞിരുന്നു. 1750 കോടിയോളം ഫുഡ് കിറ്റ് കൊടുക്കാനുള്ളത് വീണ്ടും മാറ്റിവെച്ചു. അത് ആവശ്യം വേണ്ടത്ര കാലം അത് കൊടുക്കും. പിന്നീട് പെൻഷനൊന്നും ഇല്ലാത്ത ആൾക്ക് 1100 കോടി രൂപ ഈ നമ്മുടെ വെൽഫെയർ ഫണ്ടുകളിലുണ്ട്. പെൻഷൻ മേടിക്കുന്നവരല്ല, അവർ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ഇപ്പോൾ ജോലിയില്ല. പെൻഷൻ അവർ പ്രായം കഴിഞ്ഞില്ലേ കിട്ടൂ. അവർക്ക് 1000 രൂപ വെച്ച് ലോട്ടറി തൊഴിലാളികൾ ഉൾപ്പെടെ വിവിധ മേഖലകൾക്ക് ഇപ്പം അത് കൊടുത്തുകൊണ്ടിരിക്കുക. വലിയ തുക അല്ലെങ്കിലും അവർക്കൊന്ന് പിടിച്ചു വയ്ക്കാൻ ഭക്ഷണമുണ്ട്, ഈ കിറ്റുണ്ട്, അത്യാവശ്യ കാര്യമുണ്ട്, ചികിത്സ എല്ലാ കാര്യവും സൗജന്യമായിട്ട് ചെയ്യുന്നൊരു സർക്കാരുമാണ്. അപ്പോൾ അതിനായിട്ട് 1000 രൂപ. തൊഴിലുറപ്പ് പദ്ധതി വഴി 3000 കോടിയുടെ അഡീഷണലായിട്ട് ജോലി ഉണ്ടാക്കി അത് ആളുകൾക്ക് കിട്ടാനുള്ള പദ്ധതി. കോൺട്രാക്ടർമാർക്ക് മറ്റും കൊടുക്കാനുള്ള പണമുണ്ട്. അത് സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് ക്യൂ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കൊടുക്കും. അത് ഇപ്പോൾ അവരുടെ കയ്യിലേക്ക് പണം കിട്ടിക്കഴിഞ്ഞാൽ അത് അവരത് ചിലവഴിക്കും, അല്ലെങ്കിൽ കിട്ടാനുള്ളവർക്കും കൊടുക്കാനുള്ളവർക്കും കൊടുക്കും. അത് ആ പണം കയ്യിലേക്ക് വരും. ഇങ്ങനെ വിവിധ മേഖലകളിലായിട്ട് ഒരു 8900 കോടി 9000 കോടിയോളം. പിന്നീട് നമ്മൾ ഈ പണം ആളുകൾക്ക് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. പണം കൊടുക്കുന്നതിന് സാമ്പത്തിക ആക്ടിവിറ്റി സജീവമാണ്. അത് സജീവമാണെങ്കിൽ മറ്റൊരു മേഖലയാണ് ഉൽപ്പാദന മേഖല, തൊഴിൽ മേഖല. സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഏത് സമൂഹത്തിനും സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിന് തൊഴിൽ മേഖലയിൽ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്ത് 2000 കോടി രൂപയുടെ സഹകരണ മേഖലയിൽ നബാർഡും നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്കിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വായ്പ കൊടുക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ് ഈ പണം കൊടുക്കുക. അത് അവർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ, അത് ശേഖരിക്കാൻ, അത് സംഭരിക്കാൻ, അത് പ്രോസസ്സ് ചെയ്യാൻ, അതുപോലെ കുറേ കാലം പ്രിസർവ് ചെയ്യാൻ ഒക്കെ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു മേഖലയിലേക്ക് വരണം. അങ്ങനെ വന്നാൽ മാത്രമേ ആ മേഖല വഴി കുറച്ച് വരുമാനം ഉണ്ടാവും, തൊഴിലുണ്ടാവും. ഈ 1000 കോടി രൂപയുടെ വായ്പ എന്നാൽ 10,000-കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടും. അപ്പോൾ അങ്ങനെ ആ മേഖലയിലേക്ക് ആ മേഖലയിലുള്ള വ്യക്തികൾക്ക് 3 പ്രവാസികൾ ധാരാളം തിരിച്ചു വന്നിട്ടുണ്ട്. വന്നതിൽ കുറച്ച് പേര് തിരിച്ചു പോകും, പക്ഷേ ഇപ്പോൾ അവരൊക്കെ ഇവിടെയാണ്. അപ്പോൾ അവർക്ക് ജോലി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക വായ്പകൾ. പിന്നെ ടൂറിസം മേഖല ഞാൻ വിശദീകരിക്കുന്നില്ല. ടൂറിസം ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ടൂറിസം മേഖല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. നല്ല കായൽ, നല്ല കടൽ, നല്ല മലനിരകൾ, പ്രകൃതി ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ബാക്കി കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ ആക്റ്റീവ് ആവുന്നൊരു മേഖലയാണ് ടൂറിസം. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഗുണം. ആ മേഖലയിൽ കുറേ കാലമായിട്ട് ആരും വരുന്നില്ല. കേരളത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഏത് രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നില്ല. പിന്നെ അങ്ങനെ ഇന്ത്യക്ക് വരുന്നത് ഡൊമസ്റ്റിക് ടൂറിസം ഇല്ല, ഇൻ്റർനാഷണൽ ടൂറിസം ഇല്ല. ടൂറിസത്തിനകത്ത് അവർക്ക് വലിയ ക്ഷീണമാണ്. അവരുടെ പൈസ എല്ലാം, അവരുടെ പണം നിക്ഷേപിച്ചിട്ടുള്ള പണം തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് വലിയ ബാധ്യതയുണ്ട്. അവർക്കും പലിശ കുറഞ്ഞ കടം കിട്ടാനുള്ള സംവിധാനം. KFC പോലുള്ള സ്ഥാപനങ്ങളാണ് ആ മേഖലയെ വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കടം കൊടുത്തിട്ടുള്ളത്. അവിടെ വലിയ പലിശ ചുരുക്കാനും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കാനുമുള്ള പദ്ധതികൾ ഇങ്ങനെ ടൂറിസം മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകം വെച്ചു. MSME മേഖലയ്ക്ക്, വ്യവസായ മേഖലയ്ക്ക് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ഒരു 850-900 കോടിയോളം രൂപയുടെ ബഡ്ജറ്ററി സപ്പോർട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഈ പുതിയ പദ്ധതികൾക്കായിട്ട് പണം അനുവദിച്ചു. അതിനകത്ത് കശുവണ്ടി, കയറ്, കൈത്തറി തുടങ്ങിയ മേഖലകൾക്ക് അവിടെയും അത് ബിസിനസ് നടത്തുന്നവർക്ക് വേണ്ടി സഹായകരമായ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇങ്ങനെ വിവിധ മേഖലകളിൽ ആളുകൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല.
നമ്മൾ ആളുകളുടെ പണം എത്തിച്ചിട്ട് ഈ കാര്യമെല്ലാം പരിഹരിക്കാൻ പറ്റില്ല. ആളുകൾ ചോദിക്കുന്നുണ്ട്, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, വലിയ ബുദ്ധിമുട്ടിലാണ്. എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾ വരിക, ആളുകൾ ഗൾഫിൽ നിന്ന് തന്നെ ഇപ്പോൾ 1.4 മില്യൺ 14 ലക്ഷത്തോളം ആളുകൾ ഗൾഫിൽ നിന്നല്ല പ്രവാസികൾ തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ് കണക്ക്. ശാസ്ത്രീയമായ കണക്കല്ല, എന്നാലും ഏകദേശം ഒരു കണക്ക്. അതിനകത്ത് എല്ലാവരോടും തിരിച്ചു വന്ന കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ്. അപ്പോൾ 10 ലക്ഷം ആൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ 10 ലക്ഷം ആളുടെ ഇൻകം വരുന്നില്ല. ഈ 10 ലക്ഷത്തിനകത്ത് നല്ലൊരു ഭാഗം ആളുകൾ തിരിച്ചു പോകും പ്രതിസന്ധി മാറിയാൽ. പക്ഷെ ഇപ്പോൾ പോകുന്നില്ല. ആ പ്രതിസന്ധി ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നേരിടേണ്ട, ഇതൊരു വലിയ മേഖലയായിട്ട് വരുമാനം കിട്ടുന്ന ഒരു സംസ്ഥാന നിലയിൽ ഇത്തരം പ്രതിസന്ധികളെയൊക്കെ നേരിടാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവർത്തിക്കണം. അതിന് സഹായകരമായി സാമ്പത്തിക രംഗം സജീവമാക്കുക. ഇതാണ് ഒരു സംസ്ഥാനം ചെയ്യേണ്ടത്. അതിനകത്ത് എന്തുകൊണ്ടാണ് ആരോഗ്യം ആദ്യം എന്നുള്ള കാഴ്ചപ്പാട് നമ്മൾ വെച്ചത്? അതൊരു സ്ട്രാറ്റജി ആയിട്ട്, വികസന തന്ത്രമായിട്ട് നമ്മൾ പറഞ്ഞത്. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകളെ എന്തുകൊണ്ടാണ് ഇപ്പം പ്രവാസികൾ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട? പ്രവാസികൾ മാത്രമല്ല, ആസ്ട്രേലിയയിലോ കാനഡയിലോ ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ ആളുകൾ ഇവിടെ വിസ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നു വിസ കിട്ടിയതെന്ന് പോകാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞു ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട. കാര്യം എന്താ? ഇവിടുന്ന് വന്നാൽ കോവിഡ് വരാം. പക്ഷേ വാക്സിനൊക്കെ കിട്ടി, ആരോഗ്യമുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ പുറത്തേക്ക് ആൾക്ക് ജോലിക്ക് പോകാം. അവിടുന്ന് ഇങ്ങോട്ട് ബിസിനസ് കാര്യത്തിനോ പഠന കാര്യത്തിനോ വരുന്നവരും ടൂറിസ്റ്റുകളും ഇങ്ങോട്ട് വരാം, കേരളം സെക്യൂർഡ് ആണ് എന്ന് വന്നാൽ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യം സെക്യൂർ ആവുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിലേക്ക് കേരളം മാറണം. ആ തരത്തിലുള്ള പ്രവർത്തനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സംസ്ഥാനത്തെ ജനങ്ങളുടെ ആഗ്രഹം, ഗവൺമെൻറ് ആഗ്രഹം അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുകയാണ്. അത് വിജയിപ്പിക്കുന്നത് നമ്മളെല്ലാം കൂടി ചേർന്ന് ചെയ്യാൻ പറ്റും. അതിന് നല്ലതുപോലെ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനൊരു പ്രതീക്ഷയെ പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തെ മുറിച്ച് കടക്കാൻ വലിയ തോതിലുള്ള പ്രവർത്തനം ആവശ്യമുണ്ട്. അതിനകത്ത് വരുമാനം സംസ്ഥാനത്തിൻ്റെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ലോക്ക്ഡൗൺ ആകുമ്പോൾ വരുമാനം വരില്ല, കടകമ്പോളങ്ങളില്ല, ടാക്സ് കുറയാണ്. ഒരു 3-4 വർഷത്തെ കണക്കെടുത്താൽ ഇന്ത്യയിൽ ആകെ നോക്കിയാൽ തന്നെ വരുമാനം കുറയുന്നു. ഇപ്പോഴാണെങ്കിൽ 1-2 വർഷം കൊണ്ട് നല്ലതുപോലെ താഴോട്ട് പോവാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില സ്കീമുകളാണ് വേണ്ടത്, അത് പ്രതീക്ഷിക്കുന്ന പോലെ വരുന്നില്ല. ഇന്ത്യയിലെ അനുഭവം ഇതാണെങ്കിൽ വിദേശത്ത് വലിയ മുതലാളിത്ത രാജ്യങ്ങൾ, UK യൂറോപ്പിലെ രാജ്യങ്ങളോ അമേരിക്കയൊക്കെ അടക്കമുള്ള രാജ്യങ്ങൾ കൂടുതൽ അവരുടെ മൊത്ത വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ഇത്തരം കാര്യങ്ങൾക്ക് ചിലവാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ചിലവാക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് വേണ്ടത്ര വരുന്നില്ല. അത് കുറച്ചുകൂടി വേണം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധിക്ക് അകത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് കേരളത്തിൻ്റെ ആകെ ഒരു ആവശ്യമാണ്. എല്ലാ സ്ഥലത്തും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പരമാവധി ചെയ്യാൻ പറ്റുന്നത് കേരളത്തിലെ സർക്കാർ ചെയ്യുക. അങ്ങനൊരു കാര്യം കൂടി ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ സാഹചര്യം നോക്കുമ്പോൾ ഉണ്ട്. ഇതാണ് പ്രാഥമികമായിട്ട് നമ്മൾ ഈ കേരളത്തിലെ സാമ്പത്തിക മേഖലയും വികസന മേഖലയെ സംബന്ധിച്ചുള്ളൊരു കാഴ്ചപ്പാട് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഗവൺമെൻറ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ധനകാര്യ മന്ത്രി എന്ന നിലയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഗവൺമെൻറ് ചെയ്യുന്ന നിലപാടുകളുടെ ഭാഗമായി പറയാനുള്ളത്. പിന്നെ ഓരോ വകുപ്പുകളും ചെയ്യുന്ന വിശദമായ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പൊതുവിലുള്ള ഒരു സ്ഥിതിയെ സംബന്ധിച്ച് ഇതാണ് പറയാനുള്ളത്.